നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സാക്രിഫൈസുകളെ പറ്റിയാണ്. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നമ്മൾ രണ്ട് കാര്യങ്ങളെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, എന്തൊക്കെ തരത്തിലുള്ള സാക്രിഫൈസുകളാണ് ചെസ്സിൽ ലഭ്യമായത് എന്നും രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ ഘടകങ്ങളാണ് സാക്രിഫൈസിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മറ്റൊരു പൊസിഷൻ അനലൈസ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ചെസ്സിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സാക്രിഫൈസുകളാണുള്ളത്. ഒന്ന് പൊസിഷണൽ സാക്രിഫൈസ്, രണ്ടാമത്തത് ടാക്ടിക്കൽ സാക്രിഫൈസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അതിനു മുൻപായി ഏതൊക്കെ ഘടകങ്ങളാണ് ഒരു സാക്രിഫൈസിനെ സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. സാക്രിഫൈസിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം പീസ് കോർഡിനേഷൻ ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്കിന്റെ ഈ മൂന്ന് പീസുകൾ, ഈ ബിഷപ്പ്, അതുപോലെ ക്യൂൻ, അതുപോലെ നൈറ്റ്, ഇവ മൂന്നും വെൽ കോർഡിനേറ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അഥവാ മൂന്ന് പീസുകളും തമ്മിൽ ഒരു പരസ്പര സഹകരണമുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മൾ വൈറ്റിന്റെ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈറ്റിന്റെ ഈ മൂന്ന് പീസുകളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് കാണാം. എന്ന് വെച്ചാൽ പീസ് കോർഡിനേഷനിൽ വൈറ്റ് അല്പം പുറകിലാണ്. അപ്പൊ നമ്മുടെ എതിരാളി പീസ് കോർഡിനേഷനിൽ അല്പം പുറകിലാണെങ്കിൽ നമുക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് അടുത്തതായി ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് സാക്രിഫൈസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ബ്ലാക്ക് അനുഭവിക്കുന്ന ഒരു വിഷയം, ബ്ലാക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ നൈറ്റ് അഥവാ ചെസ് ബോർഡിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യേണ്ട ഈ നൈറ്റ് ഈ ബോർഡിന്റെ ഏറ്റവും അവസാനത്തെ നിരയിൽ ഈ കാണുന്ന ഒരു പോണിനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ F6 കൊണ്ടുവരുന്നത്. ഇതിലൂടെ ബ്ലാക്ക് C7 പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം സാക്രിഫൈസുകൾ നമ്മൾ പൊതുവെ വിളിക്കുന്നത് പൊസിഷണൽ സാക്രിഫൈസ് എന്നാണ്. നമ്മുടെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നോ രണ്ടോ പോണിനെ വിട്ടു നൽകുന്നു. ഇനി ഇവിടെ വൈറ്റ് ഈ സാക്രിഫൈസ് സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന് വളരെ മികച്ച ഒരു മൂവിലൂടെ ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. ആ മൂവ് എന്ന് പറയുന്നത് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് H3 ചെക്ക് നൽകുന്നു. കിങ് വെട്ടിയെടുക്കുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് നൽകുകയും ഗെയിം വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അഥവാ ക്യൂനെ വെട്ടിയെടുക്കുന്നില്ല എങ്കിൽ പകരം കിങ് G1 വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് F1 ചെക്ക് നൽകുകയും ഗെയിം വിജയിക്കുകയും ചെയ്യാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ നൈറ്റിനെ F6 കൊണ്ടുവന്നത് ഒരു പൊസിഷണൽ സാക്രിഫൈസ് എന്ന രീതിയിലാണ്. പക്ഷെ ഈ ക്യൂൻ ഈ പോണിനെ വെട്ടിയെടുത്ത ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ടാക്ടിക്കൽ സാക്രിഫൈസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസ് വൈറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ വൈറ്റിന്റെ ഗെയിം അവിടെ അവസാനിക്കും. അപ്പം ഈ ഉദാഹരണത്തിൽ നിന്ന് എന്താണ് പൊസിഷണൽ സാക്രിഫൈസ്, എന്താണ് ടാക്ടിക്കൽ സാക്രിഫൈസ്, അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അഥവാ പീസ് കോർഡിനേഷൻ, ഇവയെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു പൊസിഷൻ കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് അടുത്തതായി സാക്രിഫൈസിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഈ കാണുന്ന പൊസിഷനിൽ നിങ്ങൾ ബ്ലാക്കിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ ഒരുപാട് പീസുകൾ ഇതുവരെ ഗെയിമിലേക്ക് വന്നിട്ടില്ല. അതേസമയം വൈറ്റിന്റെ എല്ലാ പീസുകളും തന്നെ ഗെയിമിലേക്ക് പ്രവേശിക്കുകയും വളരെ ആക്റ്റീവായ സ്ക്വയറുകളിലാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ലോജിക്കലായിട്ടുള്ള സാക്രിഫൈസുകളെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. നിലവിൽ ബ്ലാക്കിന്റെ E5 പോൺ നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ക്യൂൻ C3 നൈറ്റിനെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യൂൻ ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഈ നൈറ്റ് നഷ്ടമാവുന്നതായിരിക്കും. നിങ്ങളാണ് വൈറ്റ് എങ്കിൽ ഈ പൊസിഷനിൽ എന്തായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യുക? ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം സമയമെടുത്ത് ആലോചിക്കുക. കാരണം ഒരുപാട് ട്രിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു പൊസിഷനാണിത്. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് ക്യൂനെ D6 കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ വൈറ്റ് രണ്ട് പീസുകളെയാണ് ഒരേ സമയം സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതായി ബ്ലാക്ക് ഈ നൈറ്റിനെ വെട്ടിയാൽ എന്ത് സംഭവിക്കും, അതുപോലെ ബ്ലാക്ക് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും, ഈ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ വൈറ്റ് നടത്തിയ ഈ ഒരു സാക്രിഫൈസ് ലോജിക്കലാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. ഇവിടെ ആദ്യമായി ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഇവിടെ ഈ റൂക്കും കിങ്ങും ഒരേ ലൈനിലാണുള്ളത്. എന്ന് വെച്ചാൽ വൈറ്റിന്റെ ഈ ഒരു പോൺ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വൈറ്റ് ഈ പൊസിഷനിൽ തന്നെ ഗെയിം വിജയിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും ഈ വൈറ്റിന്റെ പോണിനെ ഇവിടെ നിന്ന് മാറ്റുക? അതിനുവേണ്ടി വൈറ്റ് ഇവിടെ ചെയ്യുന്നത് നൈറ്റിനെ D5 കൊണ്ടുവരുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങൾ വൈറ്റിന് നേടിയെടുക്കാൻ സാധിക്കും. ഒന്ന്, ഈ ഒരു സ്ക്വയറിലേക്ക് അറ്റാക്ക് നൽകാൻ സാധിക്കും. ഇനി അഥവാ ബ്ലാക്ക് ഇതിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കുകയും തുടർന്ന് ഒരു ചെക്ക് നൽകാനും സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ ബ്ലാക്കിന് ഒന്നും തന്നെ ചെയ്യാനില്ല. ഒന്നെങ്കിൽ ഈ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കാം, അതുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അല്ലെങ്കിൽ ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെക്കിനെ മറക്കാം. അങ്ങനെ സംഭവിച്ചാൽ വൈറ്റ് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തതിന് ശേഷം ചെക്ക്മേറ്റ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്താൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി പകരം ഈ ക്യൂൻ ഈ നൈറ്റിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. അടുത്തായിട്ട് വൈറ്റ് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഒരു ചെക്ക്മേറ്റ് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ക്യൂനെ A5ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വളരെ പ്രശസ്തമായ ഒരു ചെക്ക്മേറ്റിംഗ് പാറ്റേൺ ഇവിടെ ഒരുക്കാൻ സാധിക്കും. വൈറ്റിന്റെ ബിഷപ്പ് D2ലേക്ക് വരുന്നു. ഇനി ക്യൂൻ D8ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ക്യൂനെ കൊണ്ട് ക്യൂനെ വെട്ടിയെടുക്കുന്നു. കിങ് കൊണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവരികയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. നമുക്കറിയാം കിങ് E8ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. പകരം കിങ് C7ലേക്ക് വരികയാണെങ്കിൽ വൈറ്റിന്റെ ബിഷപ്പ് D8ലേക്ക് വരികയും വീണ്ടും ചെക്ക്മേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഒരു സാധ്യത. ഇതിന് പകരമായി ബ്ലാക്കിന്റെ നൈറ്റ് D7ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോവുക? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈറ്റിന്റെ അടുത്ത മൂവ് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F7 പോണിനെ വെട്ടിയെടുക്കുകയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. കിങ്ങിന് മറ്റു മാർഗങ്ങളില്ല, ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നൈറ്റ് G5ലേക്ക് വരികയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ കിങ്ങിന് നിലവിൽ പോകാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ക്വയർ E8 സ്ക്വയർ ആണ്. കിങ് അവിടത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ക്യൂൻ E6ലേക്ക് വരികയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. ബ്ലാക്കിനൂടെ രണ്ട് മൂവുകളാണ് സാധ്യമായിട്ടുള്ളത്. ഒന്നുകിൽ കിങ്ങിന് F8ലേക്ക് വരാം. അങ്ങനെ വന്നാൽ ഉടനെ തന്നെ ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. ഇനി പകരം കിങ് D8ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുന്നു. കിങ് D7ലേക്ക് വരുന്നു. വൈറ്റ് ക്യൂൻ D6ലേക്ക് ചെക്ക് നൽകുകയും ഈ ഗെയിം വിജയിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ സാധ്യമായ മറ്റൊരു കാര്യം ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചെക്കിനെ മറികടക്കുക എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷനിൽ ഇനി എന്താണ് വൈറ്റ് ചെയ്യേണ്ടത്? ഇതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ തന്നെ ഉത്തരം ശരിയാണെന്ന് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.